Hi friends, welcome back to Jannath. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കേക്ക് കൂടാതെ നമുക്ക് ഒരു എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫ്രൂട്ട് ടാർട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ക്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്കിനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പൗഡർ ഷുഗറാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 എഗ് യോക്ക് ആഡ് ചെയ്യണം. ഇനി 2 ടേബിൾ സ്പൂൺ മിൽക്ക്, സോൾട്ട്, ഇനി വെനില എക്സ്ട്രാക്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്രസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ബട്ടറി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ലൊരു ക്രംബിൾ ഫോമിലാണ് നമുക്ക് ഈ ഡോ കിട്ടേണ്ടത്. നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത ടാർട്ട് പാനിലേക്ക് ഈ ഡോ മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ മുമ്പ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കസ്റ്റേർഡ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 എഗ് യോക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എക്സ്ട്രാക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടുള്ള പാല് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലംസ് ഫോം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്കൊന്ന് മാറ്റാം. മീഡിയം ഫ്ലെയിമിലൊന്ന് തിക്കാവുന്നത് വരെ നമുക്ക് ഈ ക്രീം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ക്രീം ഒരു ബൗളിലേക്ക് മാറ്റി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. മറ്റൊരു ബൗളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ക്രീം നമുക്ക് നല്ല കൂളായ നമ്മുടെ കസ്റ്റേർഡ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ ക്രീം നമ്മുടെ ക്രസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള പോലെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ. എന്തായാലും വേണ്ടില്ല, നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത്. ബൈ ബൈ, സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്.